ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഷിയാബ്സ് അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ട് ഈസ് ബിൽ വൈസ് ഡീറ്റെയിൽസ്? എന്താണ് ബിൽ വൈസ് ഡീറ്റെയിൽസ്? ഒരു ഫേമിൽ, അതായത് ഒരു ബിസിനസ്സുകാരൻ തന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളിലെ മെയിൻ പാർട്ടാണ് ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും അക്കൗണ്ട്സ് മെയിൻ്റെനൻസ്. ആരാണ് ഡെറ്റേഴ്സ്? നമ്മുടെ ഫേമിന്റെ കസ്റ്റമേഴ്സ്. ആരാണ് ക്രെഡിറ്റേഴ്സ്? നമ്മുടെ ഫേമിന്റെ സപ്ലൈസ്. എത്ര ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്, ഇനി എത്രയാണ് സെറ്റിൽ ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ഭാഗമാണ്. ടാലിയിൽ ഇതിനൊരു ഫീച്ചറാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ്. അപ്പൊ ബിൽ വൈസ് ഡീറ്റെയിൽസിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വെൽക്കം ബാക്ക്. ബിൽ വൈസ് ഡീറ്റെയിൽസ് ഇൻ ടാലി. നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് ടാലിയിൽ എന്താണ് ഈ ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ ഫീച്ചർ കൊണ്ടുള്ള നമ്മുടെ അഡ്വാൻറ്റേജ്? എല്ലാ ഫേമിലും എല്ലാ ബിസിനസ് പേഴ്സണും ആവശ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ്. നമ്മുടെ ഫേം ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കാനുണ്ട്, നമ്മുടെ ഫേമിന് ആരൊക്കെ ക്യാഷ് തരാനുണ്ടത്. കൊമേഴ്സ് രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കറിയണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് ടാലി പഠിക്കേണ്ടത്. പവർ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എൻ്റെ ഫേം എത്ര രൂപ കൊടുക്കാനുണ്ട്, എൻ്റെ ഫേമിന് ആരൊക്കെ ക്യാഷ് തരാനുണ്ട്. ഓക്കെ, ടാലിയിൽ അതിൻ്റെ ഒരു ഫീച്ചറാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ്. നമ്മൾ ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരും എന്നറിയാം. ആ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് നമ്മൾ ഏതിലേക്ക് പോകും? F11 ഫീച്ചേഴ്സ്. അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് പോവുക. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഹെഡ് നിങ്ങൾക്കറിയാം, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി. ടാലിയിൽ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണെങ്കിൽ ഇത് നോ ചെയ്യണം. അക്കൗണ്ട്സ് ഒള്ളി ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ ഇത് യെസ് ആക്കണം. ഏത്? മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി. തുടർന്ന് ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഹെഡിലേക്ക് വരും. അവിടെ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ്. ബൈ ഡീഫോൾട്ട് ഇത് യെസ് ആണ്. നിങ്ങൾ ഒന്നുകൂടെ യെസ് ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇത് യെസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ടാലിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 കാര്യങ്ങളാണ് ബിൽ വൈസ് ഡീറ്റെയിൽസിൽ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടത്. ഒന്ന്, ന്യൂ റെഫറൻസ്. രണ്ടാമത്തത് എഗനസ്റ്റ് റെഫറൻസ്. മൂന്നാമത്തത് ഓൺ അക്കൗണ്ട്. ദ ഫോർത്ത് വൺ അഡ്വാൻസ്. എന്താണ് ന്യൂ റെഫറൻസ്? എന്താണ് എഗനസ്റ്റ് റെഫറൻസ്? ഓൺ അക്കൗണ്ട്, അഡ്വാൻസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോകുന്നതും ന്യൂ റെഫറൻസിനെ കുറിച്ചും എഗനസ്റ്റ് റെഫറൻസിനെ കുറിച്ചുമാണ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വൗച്ചർ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, ഈ ഫീച്ചർ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, ഏതാണ്? മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു 4 ഹെഡുകൾ ടാലിയിലെ വൗച്ചേഴ്സിൽ കാണുന്നത് ഈ രീതിയിലാണ്. മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണാം. അൽഫാബറ്റ് ഓർഡറിലാണ്. അഡ്വാൻസ്, എഗനസ്റ്റ്, ന്യൂ റെഫറൻസ്, ഓൺ അക്കൗണ്ട്, ഈ രീതിയിലാണ്. അതിൽ ന്യൂ റെഫറൻസ് എന്ന് പറയുന്നത് എന്തിനാണ്, എഗനസ്റ്റ് റെഫറൻസ് എന്തിനാണെന്നുള്ളത് പറയാം. നമ്മൾ ന്യൂ റെഫറൻസ് രണ്ട് കാര്യങ്ങൾക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എവരി ന്യൂ പർച്ചേസസ് ആൻഡ് സെയിൽസ്. നിങ്ങളുടെ ഫേമിന് എത്ര പർച്ചേസ് ഉണ്ടോ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ കീഴിൽ നിന്ന് ഒരു 40ഓ 50ഓ പർച്ചേസ് ഉണ്ടെങ്കിൽ ആ പർച്ചേസ് എല്ലാം എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ന്യൂ റെഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് സെയിൽസും. അപ്പം സെയിൽസിലും പർച്ചേസിലുമാണ് എന്താ എഫക്റ്റ് ആകുന്നത്? ന്യൂ റെഫറൻസ്. രണ്ടാമത് എഗനസ്റ്റ് റെഫറൻസ്. ആ പേരിൽ തന്നെയുണ്ട്. ഏതെങ്കിലും പർച്ചേസിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നു, ഏതെങ്കിലും സെയിൽസ് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ 2 വൗച്ചറിലാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. ഏതിലാണ്? പേയ്മെൻറ്റിലും റെസിപ്റ്റിലും. പേയ്മെൻറ്റ് വൗച്ചറിലും റെസിപ്റ്റ് വൗച്ചറിലുമാണ് എഗനസ്റ്റ് റെഫറൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ്. ഓൺ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യം പറയുമല്ലോ. ചുറ്റുവട്ടത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഈ മാസത്തെ പറ്റെത്രയാണ് അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യും. ബില്ലൊന്നും നോക്കത്തില്ല, എല്ലാം കൂടെ ടോട്ടൽ ചെയ്യും. നമ്മളൊരു എമൗണ്ട് കൊടുക്കും, ആ എമൗണ്ട് സെറ്റിൽ ചെയ്യും. അപ്പം ബിൽ നമ്പർ സ്പെസിഫൈ ചെയ്യാതെ സെറ്റിൽമെൻ്റ് ആണ് പേയ്മെൻറ്റിലും റെസിപ്റ്റിലും. പിന്നീട് നമ്മൾ ബിൽ നമ്പർ ഏതാണെന്ന് അറിയുമ്പം അതെന്തിലേക്ക് മാറ്റും? എഗനസ്റ്റ് റെഫറൻസിലേക്ക് മാറ്റും. അതൊക്കെ അതോടെ നിൽക്കട്ടെ.
നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ, ന്യൂ റെഫറൻസും എഗനസ്റ്റ് റെഫറൻസും. അപ്പം നാലാമതൊരു കാര്യമുണ്ട്, അഡ്വാൻസ്. അഡ്വാൻസ് അറിയാം, ആ പേര് തന്നെ അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്യും, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കസ്റ്റമർ പറയുകയാണ് ഇത്രയും എമൗണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് തരാം. അതും പേയ്മെൻറ്റിലും റെസിപ്റ്റിലും തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ അക്കൗണ്ടും അഡ്വാൻസും നമ്മൾ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്, ന്യൂ റെഫറൻസ്, എഗനസ്റ്റ് റെഫറൻസ്. ടാലിയിൽ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വരും? ഗേറ്റ് വേ ഓഫ് ടാലി. ദെൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി യെസ് ആക്കണം. നമ്മളിപ്പം പഠിക്കുന്നത് പ്യുവർ അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് ഉള്ളി യെസ് ആക്കുന്നു. ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗം ബൈ ഡീഫോൾട്ട് യെസ് ആയിരിക്കും, എങ്കിലും നമ്മൾ അതൊന്ന് യെസ് ആക്കണം. മറ്റുള്ള ഫീച്ചേഴ്സ് എല്ലാം നോ ചെയ്ത് ആ പർട്ടിക്കുലർ സ്ക്രീൻ സേവ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ ഏത് മാത്രമേ ഉള്ളൂ ആക്റ്റീവ്? മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി യെസ്, മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് യെസ്, ബാക്കിയുള്ളതെല്ലാം നോയാണ്. സേവ് ചെയ്തു. ഗേറ്റ് വേ ഓഫ് ടാലി വന്നു. അക്കൗണ്ടിങ് വൗച്ചർ, F9 പർച്ചേസ്. F9 പർച്ചേസിൽ നിങ്ങൾക്ക് കാണാം സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന ഭാഗം കാണാം. അവിടെയാണ് നമ്മൾ സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നത്. 517. എൻ്റെ ഒരു സപ്ലയർ ഒരു ബില്ല് തന്നു. അവരുടെ ഇന്ന് രാഹുൽ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ആളുടെ അടുക്കൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുവാണ്. ബിൽ നമ്പർ പറഞ്ഞു 517. സോ 517 ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തു. ദെൻ രാഹുൽ എന്ന് പറയുന്ന പുതിയൊരു സപ്ലയർ ആണ്, ഇതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ടാലിയിൽ ഒരു ലെഡ്ജർ വൗച്ചറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എനിത്തിങ് സെക്കൻഡറി ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു കീ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് കട്ട് കീസിലൊക്കെ പഠിപ്പിച്ചായിരുന്നു. ഓൾട്ട് സിയിൽ രാഹുൽ ആൻഡ് കമ്പനി എന്ന് കൊടുത്തു. അണ്ടർ സൺട്രി ക്രെഡിറ്റർ സെലക്ട് ചെയ്തു. മെയിൻറ്റെയിൻ ബിൽ ബൈ ബിൽ, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ യെസ് ആക്കണം. നോ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ യെസ് ആക്കിയിരിക്കണം. ഡീഫോൾട്ട് ക്രെഡിറ്റ് പീരീഡ്, രാഹുൽ ആൻഡ് കമ്പനി നമ്മൾക്കൊരു 10 ദിവസം ക്രെഡിറ്റ് പീരീഡ് തരുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പർച്ചേസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് 15 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എമൗണ്ട് തന്നാൽ മതി, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. അങ്ങനെയുള്ളെങ്കിൽ അവിടെ 10 days നമ്മൾ മാർക്ക് ചെയ്യും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, എത്ര ദിവസം ഓവർ ഡ്യൂ ആയി അല്ലെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ പേയ്മെൻറ്റ് നടത്തിയോ എന്നൊക്കെയുള്ളത് അറിയാൻ പറ്റും. ദെൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ആ ഫുള്ളായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് രാഹുൽ ആൻഡ് കമ്പനി എന്നുള്ള സപ്ലയർ. പുള്ളിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻറ്റർ ചെയ്യും. ദെൻ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലെഡ്ജർ സേവ് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് ആ സേവ് ചെയ്ത് കഴിയുമ്പം സപ്ലയേഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. ആ സപ്ലയേഴ്സ് ഡീറ്റെയിൽസിൽ നമുക്ക് ഓൾറെഡി അഡ്രസ്സ് എന്താണോ ചെയ്തിരിക്കുന്നത് അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 30,000 ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു പർച്ചേസ് ചെയ്യുന്നത്. എൻറ്റർ ചെയ്തപ്പോൾ എന്ത് വന്നു? ബൈ ഡീഫോൾട്ട് ന്യൂ റെഫറൻസ് വന്നു. അപ്പോൾ പർച്ചേസിലും സെയിലിലും എന്ത് തന്നെയാണ്? ന്യൂ റെഫറൻസ് തന്നെയാണ്. ന്യൂ റെഫറൻസ് 517 എന്ന് നിങ്ങൾക്ക് കാണാം. ക്രെഡിറ്റ് ഡേയ്സ് 10 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 1-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഈ ബില്ല് എത്രാം തീയതി നമ്മൾ കൊടുക്കണം? 11-ാം തീയതി ഈ 30,000 rupees സെറ്റിൽ ചെയ്യണം. എൻറ്റർ ചെയ്യുന്നു. ഡെബിറ്റിൽ വന്നു. അവിടെ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ട് സി പർച്ചേസ്, അണ്ടർ പർച്ചേസ് അക്കൗണ്ട് സേവ് ചെയ്യുന്നു. നറേഷനിൽ വരുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു ബില്ല് സേവായി. അടുത്തത് D/1108 ഡേവിഡ് എന്ന് പറയുന്ന ഒരു സപ്ലയറുടെ അടുക്കൽ നിന്നും കൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ക്രെഡിറ്റിൽ വന്നിട്ട് ഡേവിഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡേവിഡ് ആൻഡ് കമ്പനി, സൺട്രി ക്രെഡിറ്റർ. എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ എവിടെ വരും? മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. അവിടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ്? യെസ് ആക്കണം. ദെൻ ഡിഫോൾട്ട് ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എത്രയാണോ അദ്ദേഹം തരുന്ന ക്രെഡിറ്റ് ഡേയ്സ് 10 ആണെങ്കിൽ 10 കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ സ്ഥലം
ഫുൾ ഡീറ്റെയിൽസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ GSTയുടെയും വാറ്റിൻ്റെയും ഭാഗങ്ങളൊക്കെ വരുമ്പം ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഡേവിഡ് അതിൻ്റെയും സപ്ലൈസ് ഡീറ്റെയിൽസ് വരും. അവിടെ നമ്മളൊരു 25,000 ആണെങ്കിൽ 25,000 ടൈപ്പ് ചെയ്യുന്നു. സെയിം ന്യൂ റെഫറൻസ് വന്നു. ന്യൂ റെഫറൻസ് തന്നെയാണ്. D1108 കാണാം, 25,000 കാണാം. പർച്ചേസ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, സോ അതും സേവായി. ഓക്കെ, ഇനിയും ഒരു 2 പർച്ചേസ് നമ്മളിവിടെ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പർച്ചേസ് 55,000. ഓക്കെ, ഇനിയും ഈ 55,000ഉം 2 പേരുടെ എടുക്കുന്നതായിട്ടാണ് നമ്മൾ എടുത്തത് ഇല്ലേ? അവരുടെ ഡീറ്റെയിൽസ്, ഔട്ട്സ്റ്റാൻഡിങ് ഡീറ്റെയിൽസ് കാണണം. ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ്, പേയബിൾ. 55,000 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേവിഡിന്റെ 25,000, രാഹുലിന്റെ 30,000. ഓക്കെ, അപ്പോൾ പർച്ചേസിൽ നമ്മൾ എന്ത് കണ്ടു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പർച്ചേസിൽ 55,000 കണ്ടു. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ സൺട്രി ക്രെഡിറ്റേഴ്സിൽ 55,000 കാണാം. ഈ സൺട്രി ക്രെഡിറ്റേഴ്സ് ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡേവിഡ് 25,000, രാഹുൽ 30,000. ഇവരുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ എവിടെ വരണമെന്നാണ് പറഞ്ഞത്? ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ്, പേയബിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബില്ലിൻ്റെ ഡീറ്റെയിൽസും കൂടെ കാണാൻ ഇവിടെ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സെയിൽസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് സെയിൽസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് വൗച്ചർ F8 സെയിൽസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വൗച്ചർ നമ്പർ കാണാം 1. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ സെയിൽസ് ബിൽ നമ്പർ ഏതാണോ അതെല്ലാം നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. അതേപോലെ നമ്മൾ കണ്ടിന്യൂസിൽ ആണ് നമ്മൾ സെയിൽസ് ചെയ്തു പോകുന്നത് അല്ലേ? സപ്ലൈസ് ആണെങ്കിൽ അവരുടെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള അവരുടെ ബില്ലാണ് നമുക്ക് തരുന്നത്. അപ്പം ബിൽ നമ്പറൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മുടെ സെല്ല് ചെയ്യുമ്പം നമ്മുടെ ഓട്ടോമാറ്റിക്കലി 1 by 1 ആയിട്ട് മാത്രമേ പോകൂ. ഡെബിറ്റിൽ വന്നു. ഇവിടെ നമ്മുടെ ഒരു കസ്റ്റമറാണ് സതീഷ് ആൻഡ് കമ്പനി കൊടുത്തു. സൺട്രി ഡെപ്റ്റർ. ഇപ്പം നമ്മുടെ കസ്റ്റമർ എന്തായിട്ട് ക്രിയേറ്റ് ചെയ്യണം? സൺട്രി ഡെപ്റ്റർ. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. യെസ് ആണ്. ക്രെഡിറ്റ് ഡേയ്സ് നമ്മൾ 10 days കൊടുക്കാറുണ്ട്. സോ അഡ്രസ് കൊച്ചിൻ, ഇന്ത്യ, കേരള. നേരെ ഒരു യെല്ലോ സ്ക്രീനിലേക്ക് വരും. ഡെസ്പാച്ച് ഡീറ്റെയിൽസും ബയർ ഡീറ്റെയിൽസും ഒക്കെയാണ്. അത് നമ്മൾ എൻറ്റർ ചെയ്യുന്നു. നമ്മൾ അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾക്ക് കിട്ടും. 30,000 ന്യൂ റെഫറൻസ്. അപ്പം പർച്ചേസിൽ വന്ന പോലെ തന്നെ സെയിൽസിലും എന്ത് വന്നു? ന്യൂ റെഫറൻസ് വന്നിട്ടുണ്ട്. ന്യൂ റെഫറൻസ് ബിൽ നമ്പർ 1 ആണ്. ഇവിടെ ക്രെഡിറ്റിൽ സെയിൽസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് അണ്ടർ സെയിൽസ്. നറേഷൻ അക്സെപ്റ്റ്. ഒരു സെയിലായി. വീണ്ടും ബിൽ നമ്പർ എന്തിലേക്ക് മാറി? 2ലേക്ക് മാറി. വൗച്ചർ നമ്പർ തന്നെയാണ് നമ്മുടെ ബിൽ നമ്പറും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതൊക്കെ അഡ്വാൻസ് ലെവലാണ്. അതൊക്കെ നിൽക്കട്ടെ, നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും എങ്ങനെയാണ് സെയിൽസ് വൗച്ചർ കോൺഫിഗർ ചെയ്യുന്നതെന്നൊക്കെ പഠിക്കും. അടുത്തൊരു വിക്രം എന്ന് പറയുന്ന ഒരു കസ്റ്റമർ. സൺട്രി ഡെറ്റർ. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. നോ ആണെങ്കിൽ എസ് ആക്കണം. ക്രെഡിറ്റ് ഡേയ്സ് 10. സെയിം സ്ഥലത്താണ്, കൊച്ചിൻ തന്നെയാണ്. സേവ് ചെയ്യുന്നു. എമൗണ്ട് 35,000. ന്യൂ റെഫറൻസ്. ബിൽ നമ്പർ 2 വന്നുണ്ടോ? സെയിൽസ്. സേവ് ചെയ്തു. വീണ്ടും സതീഷിന് ഒരു ബില്ല് കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സതീഷ് എടുക്കുന്നു. ആ സതീഷിൻ്റെ 40,000 ആണ് ആ ഒരു പർട്ടിക്കുലർ സെയിൽസ് ബിൽ. അപ്പം ന്യൂ റെഫറൻസ് ഓട്ടോമാറ്റിക്കലി വരും. സെയിൽസ് പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട. ഓൾറെഡി ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജറൊക്കെ അവിടെ ഉണ്ട് ഇല്ലേ? ഇനി വിക്രം എന്ന് പറയുന്നയാൾക്ക് വീണ്ടും നമ്മളൊരു സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം വിക്രം അദ്ദേഹത്തിനൊരു 25,000 സെയിലാണ്. അതും ന്യൂ റെഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക,
നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ സെയിൽസ് 1,30,000 സെയിൽസ് നടന്നിട്ടുണ്ട് ഇല്ലേ? അതുകൂടാതെ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ റിസീവബിൾ നോക്കിയാൽ നമുക്കറിയാം 1,30,000 നമുക്ക് കിട്ടാനുണ്ട്. സതീഷിൻ്റെ കയ്യിൽ നിന്ന് ബിൽ നമ്പർ 1 and 3 70,000, ഫിക്കത്തിൻ്റെ കയ്യിൽ നിന്ന് 2 and 4 നമുക്ക് 60,000 കിട്ടാനുണ്ട്. 35 + 25. എസ്കേപ്പ് ചെയ്ത് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വന്നിട്ട് ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ 55,000 സൺട്രി ക്രെഡിറ്റേഴ്സും കാണാൻ പറ്റും, 1,30,000 സൺട്രി ഡെറ്റേഴ്സും കാണാൻ പറ്റും. ഈ സൺട്രി ഡെറ്റേഴ്സ് ഒന്ന് ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സതീഷ് ആൻഡ് വിക്രം, സതീഷ് നമുക്ക് 70,000 തരാനുണ്ട്, വിക്രം 60,000 തരാനുണ്ട്. അതുകൂടാതെ സൺട്രി ക്രെഡിറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഡേവിഡ് 25,000 ഡേവിഡിന് പേ ചെയ്യാനുണ്ട്, രാഹുലിന് നമ്മൾ 30,000 പേ ചെയ്യാനുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനി അക്കൗണ്ടിങ് വൗച്ചറിൽ F6 റെസിപ്റ്റിലേക്ക് വരുവാണ്. സതീഷ് നമുക്ക് കുറച്ച് എമൗണ്ട് തരുവാണ്. സതീഷ് നമ്മൾ ടോട്ടൽ തരാനുള്ള സതീഷ് എത്രയാണ്? 70,000. അതിൽ സതീഷ് ഒരു 45,000 തരികയാണ്. 45,000 അവിടെ ഓട്ടോമാറ്റിക്കലി റെസീപ്റ്റ്സ് എടുത്തിട്ട് നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്തപ്പോൾ എന്താണോ സംഭവിച്ചിരിക്കുന്നത്, എഗനസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്ന ഭാഗം ബൈ ഡിഫോൾട്ട് വന്നു. അവിടെ 2 ബില്ലുകൾ നിങ്ങൾക്ക് കാണാം. ബിൽ നമ്പർ 1 ഉണ്ട്, ബിൽ നമ്പർ 3 ഉണ്ട്. ബിൽ നമ്പർ 1 നമുക്ക് എത്രയുണ്ട്? 30,000 തരാനുണ്ട്. ബിൽ നമ്പർ 3 40,000. നമ്മൾക്കിപ്പോൾ തരുന്ന എമൗണ്ട് എത്രയാണ്? 45. സതീഷ് പറയുവാണ് എൻ്റെ ബിൽ നമ്പർ 30, അതും ആ എമൗണ്ടും എഗനസ്റ്റ് ബിൽ നമ്പർ രണ്ടാമത്തെ ബില്ലിൻ്റെ 40,000 ബാക്കി 15,000 തരുന്നത്. നോക്കൂ, ആദ്യത്തെ ബില്ല് 30,000 ഉണ്ട്, അത് കംപ്ലീറ്റ് തരുന്നു. രണ്ടാമത് വീണ്ടും എഗനസ്റ്റിൻ്റെ അത് 40,000 രൂപയിൽ 15,000 രൂപ തരികയാണെന്ന് പറയുന്നു. ഡെബിറ്റ് ക്യാഷ് ആയിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്തു. അക്സെപ്റ്റ്. വിക്രം നമ്മൾക്ക് കുറച്ച് എമൗണ്ട് തരുവാണ്. വിക്രത്തെ സെലക്ട് ചെയ്തു. വിക്രം നമുക്ക് ടോട്ടൽ 60,000 ആണ് തരാനുള്ളത്. വിക്രം പറയുന്നു 20,000 ഞാൻ തരുന്നു. എഗനസ്റ്റ് റെഫറൻസ് കണ്ടോ, 2 ബില്ലുകളുണ്ട്. ബിൽ നമ്പർ 2 35 ഉണ്ട്, ബിൽ നമ്പർ 4 25 ഉണ്ട്. വിക്രം പറയാണ് ബിൽ നമ്പർ 2 35,000 ആണ് തരാനുള്ളത്, അതിൽ 20,000 ആണ് ഞാൻ തരുന്നത്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. ഡെബിറ്റ് ക്യാഷ് ഓർ ബാങ്ക്, വാട്ട് എവർ ഇറ്റ് ഈസ്. ദെൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരുന്നു. ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമ്മൾ റിസീവബിൾ എടുക്കുന്നു. റിസീവബിൾ എടുത്തിട്ട് ഡീറ്റെയിൽ നോക്കുന്നു. ഓൾട്ട് F1. നോക്കൂ, സതീഷ് 40,000 15 കിട്ടി, ഇനി എത്ര കിട്ടാനുണ്ട്? 25,000 കിട്ടാനുണ്ട്. വിക്രം 35,000 ഇനിയും 20 കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാനുള്ളത് 15,000 കിട്ടാനുള്ളത്. ഒരു 25,000 സെയിൽ ചെയ്തിട്ടുണ്ട്, അത് മുഴുവനായിട്ടും പെൻഡിങ് ആണ്. ടോട്ടൽ 65 ആണ് ഇനി നമുക്ക് എന്ത് കിട്ടാനുള്ളത്? റിസീവബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പേയബിൾ നോക്കിക്കഴിഞ്ഞാൽ ആ പേയബിളിൽ 2 ബില്ലുകളുണ്ട് അല്ലേ? ഡേവിഡ് ആൻഡ് കമ്പനിക്ക് നമ്മൾ 25,000 കൊടുക്കാനുണ്ട്, രാഹുൽ ആൻഡ് കമ്പനിക്ക് 30,000 കൊടുക്കാനുണ്ട്. ഇത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ റിപ്പോർട്ടിൽ റിസീവബിളും പേയബിളും എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഒരു ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതെവിടെ വരണം? അക്കൗണ്ട് ബുക്കിൽ വരണം. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്കിൽ ലെഡ്ജർ എടുക്കുക. ഈ ലെഡ്ജറിൽ നമ്മൾ സതീഷ് എന്ന് പറയുന്നയാളുടെ മാത്രം ഡീറ്റെയിൽസ് അറിയണം. എൻറ്റർ ചെയ്യുന്നു. എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ 1 April എന്നാണ് കാണുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരെയുള്ള തൊട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പീരീഡ് ചേഞ്ച് ചെയ്യുക. 1 April തൊട്ട് നമുക്കൊരു 31 March വരെയുള്ളതാണ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പീരീഡ് ചേഞ്ച് ആവും. അവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലെയോ ഒരു മന്തിലെയോ 6 മന്തിലെയോ 3 മാസമോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, സതീഷ് എന്ന ആളുടെ ലെഡ്ജർ നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു കസ്റ്റമറാണ്. അദ്ദേഹത്തിന് 2
സെയിൽസ് നമ്മൾ ചെയ്തു. 30 and 40. ടോട്ടൽ നമുക്ക് തരാനുള്ളത് 70 ആയിരുന്നു. അതിൽ എത്ര തന്നു? 45 തന്നു. ബാക്കി ഇനി 25 തരാനുണ്ട്. ഈ രീതിയിൽ നമുക്ക് ലെഡ്ജർ എടുക്കാൻ പറ്റും. അപ്പം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പാർട്ടികളുടെയും, അത് കസ്റ്റമർ ആയിക്കോട്ടെ സപ്ലയർ ആയിക്കോട്ടെ, അവിടെ നമുക്ക് റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റും. ഇനി ഗ്രൂപ്പ് സമ്മറി ഉണ്ട്. ഗ്രൂപ്പ് സമ്മറിയിൽ സൺട്രി ഡെപ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. അതുകൂടാതെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അങ്ങനെ ഗ്രൂപ്പ് സമ്മറി ആയിട്ട് നമ്മൾക്ക് കിട്ടും. അക്കൗണ്ട് ബുക്കിൽ സെയിൽസ് രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിലിൽ എത്രയുണ്ട്? 1,30,000 എന്ന് കാണാം. ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സെയിൽസ് വൗച്ചർ എന്ന് കാണാം. കണ്ടോ? അതുപോലെ തന്നെ പർച്ചേസ് രജിസ്റ്ററും നമുക്ക് ഇവിടെ കാണാം. 55,000 ആണ്. എൻറ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പർച്ചേസ് ആ മാസം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അക്കൗണ്ട് ബുക്കും ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിലാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു പേയ്മെൻറ്റും കൂടെ ചെയ്ത് നോക്കാം അല്ലേ? അക്കൗണ്ടിങ് വൗച്ചർ F5 പേയ്മെൻറ്റ്. രാഹുൽ 30,000 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാനുള്ളതാണ്. രാഹുലിന് നമ്മൾ 20,000 കൊടുക്കുന്നു. എൻ്റർ ചെയ്യുമ്പം എഗനസ്റ്റ് റെഫറൻസ് ചോദിക്കും. ഏത് ബില്ലാണ്? 517. 517ൽ എത്രയാണ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്? 30 ആണ്. അതിൽ നമ്മൾ 20 കൊടുക്കുന്നു. ക്യാഷോ ബാങ്കോ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാം. ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ. നോക്കൂ, രാഹുൽ എന്ന് പറയുന്ന സപ്ലയർ എടുക്കുന്ന നമ്മളൊരു പർച്ചേസ് ചെയ്തായിരുന്നു. 30 ആയിരുന്നു. അദ്ദേഹത്തിന് 20,000 കൊടുത്തു. ബാക്കി ഇനി എത്രയും കൂടെ ഉള്ളൂ? 10,000 കൂടെ ഉള്ളൂ. ഇതാണ് ന്യൂ റെഫറൻസ് ആൻഡ് എഗനസ്റ്റ് റെഫറൻസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചറിൽ F9 പർച്ചേസിലും സെയിൽസിലും ഏതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ന്യൂ റെഫറൻസ്. F5 പേയ്മെൻറ്റ്, F6 റെസിപ്റ്റിലും നമ്മൾ ചെയ്യുന്നത് എഗനസ്റ്റ് റെഫറൻസ് ആണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ പറ്റും ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് റിസീവബിളും പേയബിളും ഉണ്ട്. അതുകൂടാതെ അക്കൗണ്ട് ബുക്കിൽ ലെഡ്ജർ ബാലൻസ് ആയിട്ടും നമുക്കറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ 2 ട്രീറ്റ്മെൻറ്റ്. ഏതൊക്കെയായിരുന്നു? ന്യൂ റെഫറൻസ് ആൻഡ് എഗനസ്റ്റ് റെഫറൻസ്. ഇനി നമുക്കുള്ള 2 കാര്യങ്ങൾ ഓൺ അക്കൗണ്ട് ആൻഡ് അഡ്വാൻസ് ആണ്. അപ്പം ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ ന്യൂ റെഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എഗനസ്റ്റ് റെഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഓൺ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ന്യൂ റെഫറൻസും എഗനസ്റ്റ് റെഫറൻസും ഒന്നുകൂടെ ഞാൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പോർഷനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ദയവ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം. ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവും. തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ താങ്ക് യു. ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമി.